ജിൻഡോയ്ക്ക് ഒരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് അയച്ചതാണ്. പുള്ളി പോയി നോക്കുമ്പോൾ ആരാന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരു മമ്മിയെ പോലെ പൊതിഞ്ഞുകൊണ്ടിരുത്തിയേക്കാണ് ഒരാളെ. കൈ കണ്ടുപോലും ജിൻഡോ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കൈ പോക്കറ്റിലിട്ടിരിക്കുകയാണ്. മോഹൻലാലും ഹാപ്പിയാണ്, മറ്റു മത്സരാർത്ഥികളും ഹാപ്പിയാണ്. എല്ലാവരും പുറത്ത് വീട്ടിൽ നിന്ന് ജിൻഡോയുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ജിൻഡോയുടെ ഏതെങ്കിലും ഒരു സിനിമാ സുഹൃത്ത് ഗസ്റ്റ് ആയിട്ട് വന്നതാണെന്നും വിചാരിക്കാം. ഷെടാ, അടുത്ത് വന്ന് കണ്ണിൽ നോക്കി ആളെ മനസ്സിലാക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കണ്ണും കൂളിംഗ് ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഈ കണ്ണാടിയും ഉള്ള ജാക്കറ്റുകളും എല്ലാം വലിച്ചു കയറ്റിയിട്ട് പുള്ളിക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവും. എന്നാലും ഒരു മത്സരാർത്ഥിയെ പൂർണ്ണമായിട്ട് പുതപ്പിച്ചിട്ട് ബിഗ് ബോസിൽ കയറ്റുന്ന ഒരു എൻട്രി ഇതാദ്യമായിരിക്കും. പയ്യെ പുള്ളിയെ ജിൻഡോ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ജിൻഡോ ചെവിയുമായിട്ട് അടുത്തോട്ട് പോകുന്നുണ്ട്. പക്ഷെ പുള്ളി ഒന്നും തന്നെ പറയുന്നില്ല. അത് ബിഗ് ബോസ് അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാക്കിയതാണ്. ഇത്രയും പയ്യെ കൊണ്ടുവരാൻ പുള്ളിക്ക് ഒന്നും തന്നെ കാണത്തില്ലേ? രതീഷ് അല്ല ഈ വരുന്നതെന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയിൽ തോന്നിപ്പിക്കാൻ വേണ്ടി കുറെ ഷർട്ടും പാന്റും ഒക്കെ വലിച്ചു കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. AC ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയനെ. ആ നിപ്പ് കണ്ടാൽ അറിയില്ലേ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലാണെന്ന്. ഇനിയിപ്പോ മുഖംമൂടിയൊക്കെ മാറ്റുന്നത് സ്ലോ മോഷനിൽ കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പുറത്തെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇത് രതീഷിന്റെ റീ എൻട്രി ആണെന്ന്. രതീഷിനെ കയറ്റിയ സ്ഥിതിക്ക് റോക്കിയെ കയറ്റണമെന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിബിന്റെ റീ എൻട്രി ആണ്. രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. രതീഷിന്റെ മുന്നിൽ വെച്ചായിരിക്കും മോഹൻലാൽ ഇന്ന് ജിൻഡോയും ജാസ്മിനെയും ഒക്കെ ഫയർ ചെയ്യുന്നത്.